പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യൻ ഇതാ. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ലോകം ഭരിച്ച റോമൻ സാമ്രാജ്യത്തിലെ നാടുവാഴിയായിരുന്ന പീലാത്തോസ് യേശുവിനെ യഹൂദന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ഈ രംഗം. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നീചവും ക്രൂരവുമായ ശിക്ഷാവിധികൾക്ക് പേരുകേട്ട സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. ഇങ്ങനെയുള്ള സാമ്രാജ്യത്തിൽ 6 കോടതികളിൽ മാറി മാറി വിസ്തരിച്ചിട്ടും യാതൊരു കുറ്റവും തെളിയിക്കാൻ കഴിയാതിരുന്ന യേശുവിനെ യഹൂദന്മാരുടെ ആവശ്യപ്രകാരം അടിച്ച് ഒടുവിൽ ക്രൂശിൽ തറച്ച് കൊല്ലുകയായിരുന്നു. പീലാത്തോസ് പറയുന്നത്, ഈ മനുഷ്യനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്നാണ്. ആരാണ് ഈ മനുഷ്യൻ? ആദ്യ മാതാപിതാക്കളായ ആദം ഹവ്വമാർക്ക് ദൈവത്തോടുള്ള അനുസരണക്കേട് മൂലം ഏദൻ പർദീസയിലെ സൗഭാഗ്യങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പറന്നുല്ലസിച്ച് നടന്ന ഒരു ചിത്രശലഭം ചിറകറ്റ് ഒരു പുഴുവായി നിലത്ത് വീഴുന്നത് പോലെ മനുഷ്യൻ തൻ്റെ സകല സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട് ഭൂമിയിൽ കഷ്ടപ്പെടുവാൻ തുടങ്ങി. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് പ്രാകൃതരായിത്തീർന്ന മനുഷ്യവർഗത്തോട് ദൈവത്തിന് മനസ്സലിവ് തോന്നി. ഈ മനുഷ്യരെ തന്നോട് തിരികെ ചേർക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അതിനായി ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി വന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. താൻ ദൈവപുത്രനായിരുന്നിട്ടും തൻ്റെ പദവി മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. മറിയ എന്ന കന്യകയിൽ പരിശുദ്ധാത്മാവിനാൽ ജന്മം കൊണ്ട് ഭൂമിയിൽ അവതരിച്ച ക്രിസ്തുവിന് ഏകദേശം 700-ലധികം വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകനിലൂടെ അറിയിച്ചതുപോലെ സംഭവിച്ചു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. പഴയ നിയമ പുസ്തകങ്ങളിലെല്ലാം യേശുവിൻ്റെ ജനന മരണ പുനരുത്ഥാനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യർ പരിഹാരത്തിനായി നിരന്തരമായി ബലികർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും ശാശ്വതമായ പാപപരിഹാരത്തിന് ഉതകിയില്ല. എന്നാൽ സകല മാനവരാശിയുടെയും പാപപരിഹാരത്തിനായി ദൈവം ഒരു പരമയാഗം ഒരുക്കി. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി എന്നും അനേകരുടെ പാപം വഹിച്ച് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു എന്നും എഴുതിയിരിക്കുന്നു. തൻ്റെ അടുക്കൽ സ്നാനമേൽക്കുവാൻ വരുന്ന യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുന്നു. യേശു ഭൂമിയിൽ 33.5 തിരുവയസ്സ് വരെ ജീവിച്ചിരുന്ന് അത്ഭുതങ്ങളെ ചെയ്തും രോഗികളെ സൗഖ്യമാക്കിയും മരിച്ചവരെ പോലും ഉയർപ്പിച്ചും ദൈവരാജ്യം ഭൂമിയിൽ വെളിപ്പെടുത്തി. എന്നാൽ യഹൂദന്മാർ താൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് എന്ന കുറ്റം ചുമത്തി അവനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു. ശിക്ഷാവിധികൾ മാറി മാറി ഏറ്റതിനാൽ അവനൊരു ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി. അവനെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ പീലാത്തോസ് അവനെ പരിചയപ്പെടുത്തിയത്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. ദൈവത്തിന് മനുഷ്യരോടുള്ള അഗാധ സ്നേഹത്തിൻ്റെ പ്രതീകമായി യേശുക്രിസ്തു കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടു. താൻ പ്രാണനെ വിടുമ്പോൾ യേശുക്രിസ്തു പിതാവിനോട് പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. 3-ാം ദിവസം യേശു മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ രക്തത്താലുള്ള പാപമോചനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഓരോ മനുഷ്യനും പാപിയായി ജനിക്കുന്നു, എന്നാൽ പാപമോചനം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ ഉള്ളൂ. യേശു ദൈവപുത്രനെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. ഓരോ മനുഷ്യനും, യേശുവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി എൻ്റെ പാപങ്ങളെ വെടിപ്പാക്കണമേ എന്ന് കർത്താവിനോട് പറയണം.
ഈ വലിയ രക്ഷ പ്രാപിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ദുഃഖങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, മരണമില്ലാത്ത അനന്ത സന്തോഷത്തിൻ്റെ നിത്യസ്വർഗമാണ്. അവിടെ നമുക്ക് കർത്താവിനോടൊത്ത് അനന്തകാലം വാഴാം. യേശുവിനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ അവൻ ഏറ്റെടുത്ത് അവരെ സമാധാനത്തോടെ നടത്തും. തനിക്ക് വേണ്ടി ജീവിക്കുന്ന, കാത്തിരിക്കുന്ന ജനത്തെ ചേർക്കുവാൻ കർത്താവ് വേഗം വരും. ഒരു കള്ളൻ മോഷണത്തിന് ഏത് സമയം വരുന്നുവെന്നറിയാത്തതുപോലെ കർത്താവിൻ്റെ വരവായിരിക്കും. അന്ന് താങ്കൾ കൈവിടപ്പെട്ടാൽ കണ്ണുനീരിൻ്റെയും നിരാശയുടെയും നരകത്തിലായിരിക്കും എത്തുന്നത്. കർത്താവിനോടുകൂടെ അനന്തകാലം വാഴുവാൻ നിങ്ങളുടെ ജീവിതം യേശുവിനായി സമർപ്പിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.